master? Oh, he is big astrology, Jolsian, coming, Himalaya. Oh, I see. Madama, show me. Anikyu, madame. Show me your head. Anikyu, kai anikyu. Show me your head. തലമുടി അതേ രീതിയിൽ മാറ്റി പുരികമെഴുതി മീശ വെച്ചു ദൈവാധീനം യാതൊരു വ്യത്യാസവുമില്ല ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ആളെ തിരിച്ചറിയുമോ താങ്ക് യു இந்த பூமியில் நிலையாய் வாழ்ந்தவன் யாரடா போகட்டும் போടാ എന്തോ നാടകം ഇത് വഴിയമ്പലമോ അതോ നാടക സ്റ്റേജോ എല്ലാം നാടകം അപ്പനെ നീയും ഞാനും എല്ലാം അതിലെ വേഷങ്ങൾ സൂര്യൻ എന്നൊരു നക്ഷത്രം ഭൂമി എന്നൊരു ഗോളം ഗോളത്തിൽ സ്വന്തം നിഴലിനെ പോലും സ്നേഹിച്ചു വഞ്ചിക്കും മനുഷ്യൻ പാവം മനുഷ്യൻ എന്റെ മരണം നിശ്ചയമാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ഭീരുവായിട്ടല്ല ഒരു പോരാളിയായിട്ടാണ് ഞാൻ മരിക്കുന്നത് അക്രമികളെ എതിർത്ത് കീഴടക്കാൻ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയതല്ല സത്യം പറ നീ ഭരണിയാലിനോട് ചോടിയ തോന്നായില്ലേ എന്നെ അറിയാവണോ നിനക്ക് അയനിയാറ്റുടക്കിൽ അന്തോണി മാപ്പിളയുടെ മകൻ നട്ടായി അറിയാവണോ നിനക്ക് അറിയാവേ നമ്മൾ രണ്ടുപേരും വെച്ചതില്ലയോ ക്ഷമിക്കണം ഈ രഹസ്യം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ പലരുടെയും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ ബാബുവല്ല CID ഓഫീസർ KK നായർ കൃഷ്ണ ഗുരുവായൂരപ്പ വിഘ്നേശ്വര പാർത്ഥസാരഥി പത്മലോചന എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ എന്റെ ഉണ്ണിയൻ എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചുവളപ്പങ്കാലത്ത് ഇറങ്ങി പോയതാ അവന്റെ 51ാമത്തെ ഇന്റർവ്യൂ ആയത് എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലാ അവിടുത്തെ ചെവിയിലിട്ടൊന്ന് കയറാൻ തിട്ടമില്ലാത്തോണ്ടാണ് പോലീസുകാർ റോന്തിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കണ്ടല്ലോ എന്ന് കരുതിയാ 50 പുറ കണ്ടം വിറ്റ് ഞാൻ അവനെ BA BEd വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ കൃഷ്ണ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ കാര്യം നടക്കണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റൂ കൃഷ്ണ ഗുരുവായൂരപ്പ സർവാപരാധങ്ങളും പൊറുക്കണമേ നാരായണ നാരായണ റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ഇപ്പൊ ആർക്കാ ഇല്ലാത്തതെന്ന് പക്ഷേ 6ാം ക്ലാസ് തൊട്ടൊരു പിതാവിന്റെ അത്യാഗ്രഹം കൂട്ടിക്കോളൂ എന്റെ മോനൊരു ഉദ്യോഗം വേണം BA BEdകാരനായതുകൊണ്ട് അധ്യാപക വൃത്തി തന്നെ വേണമെന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ സർക്കാർ ജോലി വേണമെന്നില്ല KSRTCയിലാവരുന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇന്നും ഉണ്ട് ഇന്റർവ്യൂ അവൻ പോയിരിക്കുക പിന്നെല്ലാം ഭഗവാന്റെ കയ്യില് അമ്മയുടെ അച്ഛനായിരുന്നു ഞാൻ പോട്ടെ അന്നാട്ടെ അല്ല കറക്കം കഴിഞ്ഞോ നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കണ്ട മനുഷ്യ നല്ല കടുത്ത ഭാഷയിൽ ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പുറത്തൊരു ശയനപ്രദർശനം വേസ്റ്റ് അല്ലേ പത്മാവതി വെടി വെച്ചിട്ട് ഠോന്ന് വെക്കണോ അപ്പൊ എന്റെ നേർച്ചക്ക് ഒരു വിലയില്ലേ എന്നല്ല ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല് ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണ കാണിക്കണ്ട മനുഷ്യ സ്ത്രീകൾ ശയനപ്രദർശനം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കൂ എന്നാ ശരി അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ ഉരുണ്ടാ പോരെ ഇതങ്ങ് നേരത്തെ ആവാരുന്നില്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ ഉരുണ്ടുരുണ്ട് എല്ലും തൊലിയാവുന്നത് നീ കാണുന്നില്ലേ നാരായണ ഒരു പുഷ്പാഞ്ജലി ഉണ്ണികൃഷ്ണൻ BA BEd ഔട്ട് അല്ലേ ഉണ്ണികൃഷ്ണൻ ഇന്ന് എവിടെയാ ഇന്റർവ്യൂ മാധവൻ നായർ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാ അപ്പോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ അതെ കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്
AR രാജരാജവർമ്മ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. കടൽപ്പന്നിയുടെ ആയുസ് 30 വർഷം. ഉറുമ്പുകളെ തിന്നുന്ന ജീവി ഈനാമ്പേച്ചി. ചെറുനാറകയിൽ ഇറങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. പിന്നെ കമലാക്ഷിയുടെ ആംഗ്ലയുടെ മോന്റെ കത്ത് മിനിയാന്നുണ്ടായിരുന്നു. ഗൾഫിലവൻ പണം വാരുവാന്നാ കേട്ടത്. കമലാക്ഷിക്ക് ഇപ്പോഴും ദമയന്തി അവനെ കൊണ്ട് കെട്ടിക്കണമെന്നാ. നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടി ഇല്ലാണ്ടായി. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതല്ല, വാസുദേവന് സമ്മതാണെങ്കിൽ അവരുടെ കല്യാണം നാളെ നടത്തണോ? ഞാൻ ഒരുക്കാം. ഏയ് അതേതായാലും വേണ്ട. നീ ജോലി ഇല്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പഴി കൂടി കേൾക്കണ്ടല്ലോ. നമ്മൾ കിടന്ന് ധൃതി വെച്ചിട്ട് എന്താ കാര്യം? എല്ലാത്തിനും ഒരു സമയല്ലേ വാസു? അത് കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ? അല്ല, അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പോയ മിഥുനത്തിൽ ദമയന്തിക്ക് 18 കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച് ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാ അത് SDC വേണം. എന്നാ അത് പഠിപ്പിക്കാച്ചാലോ? അല്ല, ഞാൻ പറഞ്ഞു ഉള്ളൂ. അല്ല, പപ്പിനായിട്ട് കേറുന്നില്ലേ? ഇല്ല, കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ പതറിപ്പോ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഉണ്ണീട്ടൻ വന്ന അമ്മവാ. ഞാൻ പാടത്തുനിന്ന് അങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളൂ. വന്നു കാണണം. അത് കൊള്ളാം. വിവരം അറിയാപ്പ എന്നേക്കാ ധൃതി നിനക്കാണല്ലോ. അമ്മയെ പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ അവള് പത്മാലയത്തിൽ വന്ന് കാവലിരുന്നേ. ഞാൻ പറയുന്നതാണോ കുറ്റം? ഒരാലോചന ഉണ്ടെന്ന് കരുതി പെണ്ണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ? അതെ, അത് തന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത്. ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു ജോലി കിട്ടുമോ? നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. സംസാരിച്ചൊക്കെ നേരില്ല. പശുവിനെ പറമ്പിലോട്ട് നഴിച്ചു കിട്ടണം. ഇതന്നെ വെച്ചത്. അവൻ എന്താ ഇത്രയും താമസിക്കുന്നേ? ടൗണിൽ നിന്ന് ബസ് കിട്ടിങ്ങ എത്തണ്ടേ? ഓ, എനിക്ക് ചന്ദന നിറത്തിലൊരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇനി അടങ്ങാനും മറന്നിട്ട് വരുമോ? ആനക്കാര്യത്തിന്റെ ഇടയില ഒരു ചേനക്കാര്യം. വിവരം അറിയാഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു കിന്നാരം. ഈ നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേർച്ച നടന്നെന്നറിയാവോ? എന്തു വേണമെങ്കിലും നേർന്നു. ശയനപ്രദക്ഷിണ മാത്രം നേരില്ല എന്റെ പത്മം. ഈശ്വര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, ദേഹത്തിന് 1 ഇഞ്ച് തൊലി ബാക്കിയില്ല, അതുകൊണ്ടാ. ദേ വരുന്നുണ്ട്. കിട്ടിയോ ഉണ്ണീട്ടാ? ഓ, കിട്ടി കിട്ടി. രക്ഷപ്പെട്ടു. എന്റെ പ്രാർത്ഥന അങ്ങനെ അങ്ങ് പാഴാകത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ ഗുരുവായൂരപ്പ, നിനക്ക് ഉണ്ണികൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരോ, അവന്റെ അച്ഛന്റെ വക 101 ശയനപ്രദം. ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്താ 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 എന്താടി? ഉണ്ണിയേട്ടന് ജോലി കിട്ടിയില്ലമ്മേ. പിന്നെ കിട്ടിയെന്ന് പറഞ്ഞതോ? ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്നാ പറഞ്ഞത്. എത്ര കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഈ നിറം കിട്ടിയത്. അയ്യോ, ഞാൻ പറഞ്ഞ അതേ നിറം. നിന്റെ അമ്മ നേർച്ച നേർന്നത് വെറുതെ ആയല്ലോ മോനെ. നേർച്ച കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്ക്. പിള്ളേരുടെ കമ്മലോ വെള്ളി എറിഞ്ഞാനോ മറ്റോ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നേർച്ച കൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു ജോലി കിട്ടാൻ അതൊന്നും പോരച്ച. ഇന്റർവ്യൂവിന് എനിക്ക് 2nd റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം. അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിലുണ്ടോ? കുഞ്ചു, എടാ കുഞ്ചു, ഞാനിവിടെ ഉണ്ടേ. പണി കഴിഞ്ഞില്ലടാ. പ്ലീസ് ഒരു 50 കട്ട കൂടി. ഇന്റർവ്യൂവിന് എന്തൊക്കെയാ ചോദിച്ചത്? ഡസൻ കണക്കിന് ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതെ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾക്കാണോടാ പഞ്ഞം. ഓഹരി കുംഭകോണം, ഡെങ്കൽ കരാറ്, കൊങ്കൺ റെയിൽവേ, കരിപ്പൂർ വിമാനത്താവളം, സ്വാശ്രയ സമിതി, 3ാം മുന്നണി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ. 9ാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തിയത് എത്ര നന്നായി. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ. ഞാൻ നിർത്തിയതല്ല, അവർ നിർത്തിച്ചതല്ലേ. പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു. ഒരു ക്ലാസ്സിൽ 4 കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാനൊക്കത്തില്ല എന്ന് നിർബന്ധം പിടിച്ചവന് ഞാൻ എന്തോ ചെയ്യും? പകൽ അന്ത്യോളം അധ്വാനിച്ചിട്ട് രാത്രിയിൽ ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി കുളിക്കാൻ നല്ല രസമല്ലേ കുഞ്ചു? ജോലി തണ്ടലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലും ആലോചിക്കുക. അത് വേണോ? അതെന്താ? എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. കട്ടേറിപ്പ് അത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ്. കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടം കൊണ്ട് കെട്ടിപ്പൊക്കിയതാ. എന്നാലും പച്ച കട്ട പോലെ ഈ തൊഴിലിനൊരു മാന്യതയില്ല. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ബിയാറ്റാതിൽ ഈ തൊഴിലിന് ഇറങ്ങണ്ട. ദമയന്തിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോവാൻ
ഒരു ഗൾഫുകാരൻ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇന്നത്തെ ജോലിയും പോയ കാര്യം ദമയന്തി അറിഞ്ഞോ? ഇല്ല, അറിയുമ്പോ അവൾ ആത്മഹത്യ ചെയ്യായിരുന്നാൽ കൊള്ളാം. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഓ, മൂട് കളഞ്ഞു. എന്താ? ദമയന്തി ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാൻ മനസ്സിൽ വീർപ്പടക്കി നിൽക്കായിരുന്നില്ല ഞാൻ. എന്ത് കാര്യം? കരിമണിമാല. ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും. മാലയിടാം. ഉണ്ണീട്ടൻ ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായെന്ന് പറ. ഇന്റർവ്യൂ അല്ലേ? അത് പറയാം. തോറ്റുപോയല്ലേ? ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂവിന് ഉണ്ണിയേട്ടന്റെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ? അവരെ കാണാൻ എങ്ങനെ? ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ? ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനില്ലേ? ഇന്റർവ്യൂവിന് തോറ്റത് പോരെ നിന്നെ വഴക്ക് പറയുന്നോ? ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. എന്തേ ചാടുന്നില്ലേ? ചാട്, ചാടേ. കണ്ടോ കണ്ടോ, ചാവാൻ പോകുമ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടോ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല, നീ വന്നേ പാടി. ദമയന്തിക്ക് എന്നോട് പിണക്കമാണോ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെ. എന്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ചേ. അയ്യോ, അങ്ങനെയല്ല, ഇങ്ങനെ. കുട്ടിക്ക് എന്നോട് പിണക്കമാണോ? ഒന്ന് ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. എന്നേക്ക് 41 നാൾ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഓ, ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ 1000 മോഹം നേദിപ്പു ഞാൻ. ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ 1000 മോഹം നേദിപ്പു ഞാൻ. നാദങ്ങളായി മാറുമീ രാഗവും മന്ദാകിനി എത്ര താളങ്ങളും രോമാഞ്ചമായി തീരുമീ സ്പർശവും സിന്ദൂരമായാട്ടവാർന്നിട്ടേ ഈണത്തിൽ താളം നീട്ടി ഓളങ്ങൾ കാതിൽ തൂകും കിന്നാരം കേട്ടുറങ്ങും കായലോരങ്ങൾ താരുടൻ മോദിക്കും തില്ലാന കേൾപ്പിക്കും വാരിലും പൂന്തിന്നലിൻ സംഗീത സായന്തരം ആവണിപ്പൂവിൻ വെൺമണിത്താളത്തിൽ 1000 മോഹം നേടിപ്പു ഞാൻ. വരസാഫല്യമേകാമോ ചിറകേന്തും മൗനത്തിൻ വേറെ ഗാനം മൂളുകയായി വീണ്ടും. ആവണിപ്പൂവിൻ വെൺമണിത്താളത്തിൽ 1000 മോഹം നേടിപ്പു ഞാൻ. നാഗങ്ങളെ ആടുവാൻ നേരമായി നാവേറു പാടുന്ന കാവുണർന്നു പൂന്തിങ്കളായി തൂകുമീ
പൂമണം ഹൃദയത്തിൻ നോവുകൾ കേട്ടറിഞ്ഞു. ധാവണിത്തായത്തിൻ ശൃംഗാരഭാവങ്ങൾ മോഹനം മോഹങ്ങൾ തൻ സങ്കല്പവാതായനം. ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ ആയിരം മോഹം നേരിപ്പു ഞാൻ. ആവണിപ്പൂവിൻ വെൺമണിത്താലത്തിൽ ആയിരം മോഹം നേരിപ്പു ഞാൻ. ഒന്നുകൂടി വന്നേ. എന്താ എന്താ പുണ്യേട്ടാ? എന്താ നീ ഉണ്ടോ പത്മം? എന്താ എന്താ ഈർക്കിൽ എന്നാക്കി പോയോ? നിന്റെ മോൻ പറഞ്ഞു നീ കേട്ടോ? ഇവിടെ ഇരുന്ന് കുശുശുത്ത് അടുക്കളയിരിക്കുന്ന ഞാൻ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ? ഉണ്ണികൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് വരണമെന്ന്. ആ ഇതാ ഇപ്പൊ നന്നായേ. ബിഎഡുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്ന കാണാൻ നല്ല രസായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിച്ച് അടങ്ങുന്നാടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഉദ്യോഗം തെണ്ടി അടക്കാൻ ഇനി എന്നെ കൊണ്ട് വയ്യ. ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം. ഒരു കാര്യം നേടിയെടുക്കാനുള്ള ആത്മധൈര്യം ഇല്ല. നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കിൽ ഞാൻ ഈ പാടം വെച്ച് പഠിപ്പിക്കണമായിരുന്നു. കൃഷിക്കാരനാണെന്ന് പറഞ്ഞോട്ടിയല്ലേ ദമയന്തിയ കമലാക്ഷി വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കും. അതല്ലതാ അവിടെ ആലോചനക്കാരതല്ല. നീയാണോടാ അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? അയ്യോ അല്ല, എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയിട്ട് കട്ടയെറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം. അയ്യടാ അവന്റെ ഒരു അന്ത്യാഭിലാഷം. വേറൊന്നും വേണ്ടേ? ചുമ്മാ അല്ല അവനൊരു ജോലി തരാവാത്തത്. ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ചുമ്മാ ഇരിക്കാൻ വയ്യ. ആ പാടത്തിറങ്ങി 4 കളകൾ വെച്ചാൽ അത്രയും ആയി. എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് ഉണ്ടിട്ടില്ലേ, അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ഇതിലൊരു പരസ്യമുണ്ട്, നോക്കി നോക്കട്ടെ. നോക്കട്ടെ. ഇംഗ്ലീഷ് പത്രമാണല്ലോ, അപ്പൊ ഏതാണ്ട് വലിയ ജോലിയായിരിക്കും. എന്ത് ജോലിയാ? മോള് വായിച്ചില്ലേ? എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗമാണെന്ന്. സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ BA നീ കണ്ടുപിടിച്ച ജോലി കൊള്ളാം. പുറത്ത് പറയാൻ കൊള്ളാത്ത പണിയാണോ? എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ ഉണ്ണി. ഉദ്യോഗ പേര് കേട്ട് ആരും ഞെട്ടരുത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാ എന്താ ഉണ്ണി? ഞാൻ പറയാം. CBI ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകരാണ് ഡിറ്റക്ടീവ്സ്. കൊള്ളാണോടാ? ട്യൂട്ടോറിയൽ കോളേജിലാ പഠിക്കുന്നെങ്കിൽ അവർക്ക് വിവരമുണ്ട്. അല്ല, പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഒരു പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തരക്കെട്ടില്ലല്ലോ. എന്താ പരസ്യത്തിൽ പറഞ്ഞേക്കണേ? സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിറ്റക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരെ ആവശ്യമുണ്ടെന്ന്. ഇത് നല്ല ജോലിയാണ് അച്ഛാ. ചേട്ടൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സാ. ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്കെന്താ CID പണിയായിരുന്നോ? ഞാനൊരു വനിതാ മാസികയിൽ വായിച്ചതാ. വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കുറച്ച് ധൈര്യമുള്ളവർക്ക് ഈ പണി പറ്റും. പരസ്യം വായിച്ച് ചിരിച്ചതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറും പറഞ്ഞു കിട്ടിയ നല്ല പണിയാണെന്ന്. പിന്നെ ഉണ്ണേട്ടിന് പേടിയാണെങ്കിൽ അപേക്ഷിക്കണ്ട. പേടിയോ? അയ്യേ കഷ്ടം. എടി, ഒരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാനൊരു CID ആയ ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ? പിന്നെ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം? പോടാ അവിടുന്ന്. വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. നിനക്ക് ഈ പണി മതി. രാഷ്ട്രീയക്കാരും മിനിറ്റ് സ്ഥലം മാറ്റി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനേക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ്? 4 ആളെ മുഖത്ത് നോക്കി പറയാൻ നല്ല അന്തസ്സുള്ള പണിയാ. എന്നാ പിന്നെ രാഹുകാലത്തിന് മുമ്പ് അപേക്ഷ അയക്കാൻ നോക്കുമോനെ. ഓ, നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ല ഈ CID പണി. ഇന്റർവ്യൂവിന് വിളിക്കുമെന്ന് എന്നെ കണ്ടറിയണം. ഇനി പലവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ. അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ. ഉണ്ണീഷ, യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാ ഞാൻ നിന്നൊരു BA-BEdകാരനാക്കിയത്. ഇനി ഒരു പ്രൈവറ്റ് പോലീസാകാൻ ശേഷിക്കുന്ന പാഠം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം. അയക്കടാ മോനെ. ആപ്ലിക്കേഷൻ അയക്കും ഉണ്ണേട്ടാ. അല്ല, പാഠം വേണ്ട വേണ്ട, എനിക്ക് സമ്മത. എന്റെ പാറയ്ക്കാവിലമ്മേ,
ഇതവന്റെ 52ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡിന് കത്തുണ്ടോ? ഇല്ല. നീ രക്ഷപ്പെടുവതേ. കൊള്ള പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. നീ ഇവിടെ തന്നെ നിന്നോണം. ആരെങ്കിലും വന്ന് സിഗ്നൽ തന്നാ മതി. പിന്നെ ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? സിഗ്നൽ തരണമെന്ന് പറഞ്ഞില്ലടാ പട്ടി. തരാം തരാം. എന്തിനാ ഉണ്ണിയേട്ടാ ഇപ്പൊ അങ്ങോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുനെ കാവൽ നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു CID ആവും പോലെ. അപ്പോ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയൊക്കെ കാണേണ്ടി വരും. പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ട ഈ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ആ ഗൾഫുകാരെ മുറത്തിറക്കം കെട്ടിക്കൊണ്ടുപോയില്ലേ? എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്ത് മറന്നോ? അയ്യോ, ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. അപ്പുണ്ണിയേട്ടാ, എന്താ വാസു? ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെപ്പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞത്. മാത്രോ നല്ല ശമ്പളവും. അയ്യോ വാസു, സ്വാധീനം ചെലുത്തേ കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല. സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്താ അത്? CID പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലുള്ള പരിജ്ഞാനം മാത്രം പോരാ. കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡ് ആയ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാ അയാളെ വരുത്താം. പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ, അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും. ആ ഋഷികേശനാരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം. വിളിക്കേ. അക്രമൊന്നും കാണിക്കല്ലേ. അങ്ങേരൊരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണല്ലേ ഇവിടെ? അയ്യോ, അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കേ, വേഗം വിളിക്കേ. താഴെ വയസ്സാറേ, നിങ്ങൾ എന്താ കാണാൻ നിൽക്കുവാ? ആരെങ്കിലും ഓടിക്കുന്ന പോലീസിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. വരൂ വരൂ. നിങ്ങളെയൊക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല. ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടക്കാൻ വയ്യ. എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ. ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഓ, ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണിയേട്ടാ. നല്ല രസമായിരുന്നു. സോറി മിസ്റ്റർ പപ്പുണ്ണി,
നിങ്ങളുടെ മകന് വേണ്ടി ഞാനൊരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. പൊട്ടും പൊട്ടും. ഇരിക്കാം. ടൈലർ ഈ മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ. പ്രായമായ വെങ്കച്ചുള്ള വീടാ. അയ്യോ, എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയതൊന്നുമല്ല, ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനെങ്കിൽ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. പത്മാവതി, എന്ത് വേണം പത്മാവതിക്ക്? നാണോ മാനമുള്ള ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ? ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാനാ? ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ച് അയച്ചു. രാജീവ് വധക്കേസിലെ ശിവരസൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ. ദൈവാധീനം കൊണ്ട് അന്ന് ഞാൻ ശബരിമലയിൽ കട നടത്തുകയായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. കടയോ? കടയല്ല, കളരി. ഇപ്പോഴത്തെ SI-മാരെയും സർക്കിൾമാരെയും എന്തിനധികം IG വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ. ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു? എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ ജോലി ചെയ്തതാ. അത്ര ചെറുപ്പത്തിലെ സർക്കാർ ജോലി കിട്ടുമോ? എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു. അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാനിന്ന് അവിടെ പോവും. അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. അന്ന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു ട്രെയിനർ ആകണമെന്ന്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. പത്മാവതി, കോഴിയിറച്ചെടുത്തോ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, ഇയാടെ മുഖത്തും വയറാണോ? ഇങ്ങോട്ട് നമ്മള് വല്ല തീറ്റിക്കട്ടെ. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിറ്റക്റ്റീവ് അരുണാചലൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്ത് കട്ട പിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങിയായിരുന്നു അയാൾ. ഒടുങ്ങനെ നിങ്ങളായിരുന്നോ? പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോയില്ലേ? ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്? ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ അത്. ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന് പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. അതെ അതെ, ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിച്ചു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ടേ ഉണ്ണി? അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാണ് എന്റെ ലക്ഷ്യം. ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്നാശനെ. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക. അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ടിരിക്കപ്പോ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയാ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലൊന്ന് കാണിക്ക്. ആദ്യമായി കൊള്ളിയെടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്നിട്ട് എന്റെ മുത്തപ്പ, കൃഷികാശൻ നായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കത്തുറവിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മളിനി എന്ത് സമാധാനം പറയാൻ എന്റെ ഉണ്ണികൃഷ്ണ? ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം എന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്. ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാ അത് വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് മുമ്പ് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഉണ്ണി ഇവിടെ വാ. നീയും കൂടെ നോടി ചെല്ലേന്റെ ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കുള്ളിക്ക് ശക്തിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഓ, പെടപാട് പോ. ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയില്ല.
നിർത്ത്. വിയർപ്പാറിയ ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുടിച്ചോളൂ. ഉമ്മക്കുട്ടി, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. വന്നു ചൊറിയമ്പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നുമില്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയിട്ട് ഏഴ് അയലത്ത് പോലും കണ്ടുപോകരുത്. ഇതുണ്ടോ? എന്നാ വെള്ളം. ഉമ എന്ത്? ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. 1 2 3 4 ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി. ഒരു CID അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റമാണിത്. കുസ്തിയുടെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. ഉഷാർ ഉഷാർ, വാ 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 വാ. എന്നെ പരിപാടി ആശാനെ കാണിച്ചത് ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടിക്കൂടായിരുന്നു? പാടില്ല. കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൻ എന്റെ സ്വഭാവം മാറങ്ങട്ടോ. സാരമില്ല സാരമില്ല. ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ആക്രമണം. ഇതുപോലെ അച്ഛാതെ കളി വേറെ കാര്യം വേറെ. ദേഹം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ CID, എനിക്ക് CID അവിടെ ഒരു കുന്താവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ, പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് CID ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ നീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അതെനിക്ക് കുസ്തി പഠിക്കണ്ട. അതെനിക്ക് മേല് നോവുന്ന അതെനിക്ക് അടിക്കരുതല്ലേ. അതെനിക്ക് ഭ്രാന്ത് പിടിക്കും. അതെനിക്ക് അടിക്കരുത്. എനിക്ക് കുസ്തി പഠിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നോക്ക്, ഇങ്ങനെയാണ് ഒരുത്തനെ തോപ്പിക്കുന്നത്. കുസ്തി എന്താ കാണിക്കണേ? ആശാന്റെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നമ്മളായിട്ട് തടയണ്ട. അടിക്കട്ടെ ഉണ്ണികൃഷ്ണ തല്ലല്ലേ. ഉണ്ണികൃഷ്ണ കുരുത്തക്കേട് കാണിക്കല്ലേ. ആശാനെ തല്ലു ആരെങ്കിലും. നീ കുസ്തി പഠിച്ചിട്ടുണ്ട്. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ. ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാനെ തല്ലരുത്. ആശാൻ പറ അച്ഛൻ പറ. അച്ഛനല്ലേ പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതാണ് ഞാനും പറഞ്ഞു. ശിഷ്യനിൽ നിന്നൊരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ അങ്ങനെയാ. ദേഹം നൊന്താ പിന്നെ ഈറ്റപ്പുലിയാ. സാരമില്ല, ഇത് ഞാൻ പാത്രം അറിഞ്ഞ് വിളമ്പിക്കോളാം. എന്താടി പറഞ്ഞത്? അച്ഛനെ സ്പെല്ലിംഗ് പഠിക്കായിരുന്നു. PODDA പോടാ. PODDA പോടാ. ഓ അത് ശരി. നമുക്കിത് വല്ലതും അറിയൂ? ഇങ്ങനെയാണോ കിഴി പിടിക്കുന്നേ? ഇനി ഉണ്ടോ ഞാൻ പിടിക്കാം. ഇടി കൊണ്ട് തളർന്ന് കിടക്കില്ലേ? ചൂടണ്ട പറയണേ. വായി നോക്കി ഞാൻ സൂപ്പിക്കാം. ഇപ്പോൾ എന്ത് കാണുന്നു? തോക്ക്. അതല്ല ചോദിച്ചത്. തോക്കിലൂടെ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല. ഒരു മൂടില്ല ആശാനെ. ഇന്നലെ ദേഹം നൊന്നപ്പോ ഞാൻ അറിയാതെ. അതൊന്നും സാരമില്ല. ഇനി എങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കൂ. തോക്കെടുക്കൂ. നേരെ പിടിക്കേ. ഇങ്ങനെ. ഇപ്പോൾ എന്ത് കാണുന്നു? മരങ്ങൾക്കിടയിലൂടെ ആകാശം കാണുന്നു. കാഞ്ചി വലിക്കട്ടെ. ആകാശത്തേക്ക് വിടുവെച്ചാൽ ഇതെന്നാ പോലീസ് വെടിവെപ്പ് മറ്റാണോ? തത്തയെ കാണുന്നില്ലേ? ഇല്ല. തത്തയുടെ കണ്ണ് കാണുന്നില്ലേ? ഇല്ല. ഓഹോ, ആശാൻ മഹാഭാരതത്തിലെ ദ്രോണാചാര്യ കളിക്കുകയാണല്ലേ.
ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അർജുൻ ഉത്തരം കൊടുത്ത പോലെ ഞാനും തന്നല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനറാണ് മിസ്റ്റർ ദ്രോണാചാര്യം. ഞങ്ങളൊക്കെ അദ്ദേഹത്തെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, തത്തയുടെ ഒരു കണ്ണ് ആശാൻ ആദ്യം വെടിവെച്ച് പൊട്ടിക്ക്, അടുത്ത കണ്ണ് ഞാനും പൊട്ടിക്കാം. അത് വേണോ? ആശാൻ ഒന്ന് കാണിച്ചു കൊടുക്ക്, എന്നാലേ അവന് പഠിക്കാൻ പറ്റൂ. എന്തിനാ പേടിക്കുന്നത്? ആശാന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ. എനിക്ക് പിഴയ്ക്കുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? അല്ല, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ, ഊരിലെ പഞ്ഞം. ഏത് കണ്ടാ പൊട്ടിക്കേണ്ടത്, ഇടതോ വലതോ? ആശാൻ ഇഷ്ടമുള്ളത് പൊട്ടിച്ചോ. ആശാന് പഴിച്ചു. ഓ അയ്യോ, ഈ നാശം പിടിച്ച ഒരു കാറ്റ്. കാറ്റത്താരും വെടിവെക്കത്തില്ലേ? ഇത് നോക്കിക്കോ. അവരൊരാടിനെയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം? ആശാൻ വെടിവെച്ചപ്പോ ഒരു ആടിന്റെ കരച്ചിൽ കേട്ടായിരുന്നു. ആ, അത് തന്നെ കാര്യം. ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. പപ്പുണ്ണേട്ടന്റെ അന്നേ പറഞ്ഞതാ ഈ പഞ്ചായത്ത് കുളം കോരരുതെന്ന്. ഇന്നൊരു ആടിനെ കൊന്നു, നാളെ ഒരു മനുഷ്യനെ കൊല്ലില്ലാന്ന് എങ്ങനെ അറിയാം? 5 ഇടങ്ങഴി കറക്കുന്ന ആടായിരുന്നു. എന്റെയും കുഞ്ഞുങ്ങളുടെയും കഞ്ഞിവിടെ മുട്ടിച്ചല്ലട കാലമാടാ. നീ കുണം പിടിക്കത്തില്ലടാ, അവന്റെ കള്ള നോട്ടം കണ്ടില്ലേ? മരത്തിന്റെ മണ്ടയിലോട്ടാണല്ലോ ഋഷികേശനാര് വെടിവെച്ചത്. അതെങ്ങനെ നിലത്ത് നിന്ന് ആടിന് കൊണ്ടു? ആടിനെ ഉന്നം വെച്ചാ മതിയായിരുന്നു, എങ്കിൽ തത്തയ്ക്ക് കൊണ്ടേനെ. പോക്കൃതം കാണിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇനി ഇവനെ വച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല. അടിക്കുന്നതാ. പപ്പുണ്ണേട്ടാ, പപ്പുണ്ണേട്ടാ. എന്താ വാസു? അയാളില്ലേ ഇവിടെ ഋഷികേശൻ നായരെ? ഇന്നലെ പാതിരയ്ക്ക് വന്ന് കിടന്ന് തോന്നുന്നു, ഉറക്കണിട്ടില്ല. എന്നാ പെട്ടെന്ന് വിളിച്ചുണർത്തുക. എന്താ വാസു, അയാൾ അവിടെ വന്നെന്തെങ്കിലും? ഒരബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. ആ, രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ്ങ് അയ്യടാന്നായിപ്പോയി. ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടന്നതിന് മുമ്പ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഒരു ബന്ധമില്ല. പോലീസ് ട്രെയിനിങ് കോളേജിലെ ക്യാന്റീനിൽ 10-12 വർഷം ജോലി നോക്കിയിട്ടുണ്ട്. അതാണ് ആകെയുള്ള ബന്ധം. അവിടെ അരി ഉഴുന്നും ആട്ടിലായിരുന്നു കക്ഷിയുടെ പണി. അമ്പട കള്ള, ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി. അതും ഇതും പറഞ്ഞ് നാട്ടുകാരെ അറിയിക്കാതെ അയാളെ അങ്ങ് പറഞ്ഞു വിടാൻ നോക്ക്. നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു വിടേണ്ടി വരത്തില്ല. ഇന്നലത്തെ പിന്നത്തേതായിരിക്കും. അയാളുടെ ബാഗ് കാണുന്നില്ലോ. അച്ഛാ, ദേ അയാൾ എഴുതി വെച്ച് കടന്ന ലക്ഷണമാ. ദേ എന്താ എഴുതിയിരിക്കുന്നത്, ഒന്ന് വായിച്ചേ. ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന് എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു CID വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ. ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി? അല്ല ഉണ്ണികൃഷ്ണ, മാർക്സ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കത്തിക്കല്ലേ. വായിച്ച ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ്. അതേതായാലും നന്നായി. ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു. എന്റെ ഉള്ളിൽ മുത്തപ്പാ. ചേട്ടാ, ഇനി ഞാൻ നിന്ന പത്മാവതി എന്റെ മെക്കിട്ട് കയറും. അച്ഛാ, എന്റെ പത്തടങ്ങഴി വേഗുന്ന ഉരുളി പോയല്ലോ എന്റെ മുത്തപ്പ. എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് ആ കാലമാടം പൊട്ടിച്ചോണ്ട് പോയത്. നാട്ടുകാരെ കൂട്ടാതെ ചുമ്മാരേടി. എന്റെ ഉരുളി തിരിച്ചു കിട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ 10 തവണ ഉരുളിച്ചേക്കാവേ എന്റെ ഭഗവതി. ഉരുളി പോയതിന് ഞാൻ ഉരുളണോ പത്മം? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല. പഠിച്ചിടത്തോളൊക്കെ മതി. ഒരു ഇന്ത്യൻ CID ഇതിൽ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റാ. ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെ എനിക്കൊരു സൂട്ട് തെപ്പിച്ചതാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സൂട്ടോ? അതെ, അല്ലാതെ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ടാണോ CID ഇന്റർവ്യൂവിന് പോകുന്നത്? അതിന് കോട്ടും സൂട്ടും ടൈയും തൊപ്പിയൊക്കെ തന്നെ വേണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് വിരളണം. അതിനൊക്കെ ഒത്തിരി കാശാവില്ലേ മോനെ? പിന്നെ മോന് ചക്കാത്തിന് CID ആവാൻ പറ്റുമോ? ഒരു 10-4,000 രൂപയെങ്കിലും വേണ്ടി വരും. 4,000? പപ്പനാവിന് കച്ചത്തുറു കെട്ടിക്കൊടുത്തതും ദാക്ഷായണിക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച. ഇതിനി ആരോട് ചോദിക്കും? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ, ഞാൻ വല്ല ലുങ്കി കൊടുത്ത ഇന്റർവ്യൂവിന് പോക്കോളാം. നീ ഒന്ന് തഞ്ചപ്പെടന്റെ ഉണ്ണി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ,
ഉരുക്കിന്റെ കരുത്തുള്ള ചെറുപ്പത്തിൻ പടച്ചട്ട ചൂടുന്നേ കടുംചോര തീരക്കുള്ളിൽ കൊടുമ്പീര തുടിപ്പെങ്ങും പായുന്നേ ഈ നാടിനൂടും വിനയെല്ലാം പാടേ ഒഴിയും പോരാടുക നീ നേടുക സ്വന്തം പേരും പുകളും വീരോജിതം ദേശാഭിമാനം നിൻ കയ്യിൽ സംശോഭനം ഉരുക്കിന്റെ കരുത്തുള്ള ചെറുപ്പത്തിൻ പടച്ചട്ട ചൂടുന്നേ കടുംചോര തീരക്കുള്ളിൽ കൊടുമ്പീര തുടിപ്പെങ്ങും പായുന്നേ കൂട്ടിൽ വെരുകോടും പോലെ കുറ്റക്കാരൻ ചാടുവാൻ തക്കം നോക്കി തഞ്ചം നോക്കി നിന്നിടാ തോക്കിൻ കുഴലിനുള്ളിൽ നിന്നോട്ടം കണ്ടാലേവനും മുട്ടും മാടി വട്ടം വീണു കേണിടും നീ ഷെർലക് ഹോംസോ നീ റോജർ മൂറോ ആദത്തോണണ്ടോയലോ തെറിക്കും ബൈക്കിലേറി നീ മുഴക്കും വയസ്സിൽ ഒറ്റയിൽ വിറയ്ക്കും നാട്ടുകളുടെ നാണയങ്ങളയ്യോ ഉരുക്കിന്റെ കരുത്തുള്ള ചെറുപ്പത്തിൻ പടച്ചട്ട ചൂടുന്നേ കടുംചോര തിരക്കുള്ളിൽ കൊടുമീര തുടിപ്പെന്നും പായുന്നേ ഈ നാടിന് മൂടും വിനയെല്ലാം പാടേ ഒഴിയും പോരാടുക നീ നേടുക സ്വന്തം പേരും പുകളും വീരോജിതം ദേശാഭിമാനം നിൻ കയ്യിൽ സംശോഭനം ഉരുക്കിന്റെ കരുത്തുള്ള ചെറുപ്പത്തിൻ പടച്ചട്ട ചൂടുന്നേ കടുംചോര തിരക്കുള്ളിൽ കൊടുമീര തുടിപ്പെന്നും പായുന്നേ താങ്ക് യു. നാട്ടിൽ നടമാടും നീചക്കൂട്ടങ്ങൾക്കും കാലനായി വേഷം മാറ്റി ദോഷം മാറ്റി പോക നീ കാട്ടിൽ വിളയാടും കൊള്ളക്കാരെ പോലും നേരിടാൻ കൂറ്റം നേടി സൂത്രം തേടി പോക നീ ശൂരപ്പന്മാരിൽ വീരപ്പൻ പോലും വീണപ്പനായി മാറുമ്പോ കുലുക്കി കുത്തി ജയിലുകൾ വിറയ്ക്കും നേരമാളുകൾ വിളിക്കും മിസ്റ്ററുണ്ണി കൃഷ്ണനെന്ന് സിന്ദാബാദ് ഉരുക്കിന്റെ കരുത്തുള്ള ചെറുപ്പത്തിൽ പടച്ചട്ട ചൂടുന്നേ കടുംചോര തിരക്കുള്ളിൽ കൊടുമ്പീര തുടിപ്പെങ്ങും പായുന്നേ ഈ നാടിനൂടും വിനയെല്ലാം പാടേ ഒഴിയും പോരാടുക നീ നേടുക സ്വന്തം പേരും പുകളും വീരോജിതം ദേശാഭിമാനം നിൻ കയ്യിൽ സംശോഭനം ഉരുക്കിന്റെ കരുത്തിൽ പടച്ചട്ട ചൂടുന്നേ കടുംചോര തിരക്കുള്ളിൽ കൊടുമ്പീര തുടിപ്പെങ്ങും പായുന്നേ ഈ നാടിനൂടും വിനയെല്ലാം പാടേ ഒഴിയും പോരാടുക നീ നേടുക സ്വന്തം പേരും പുകളും വീരോജിതം ദേശാഭിമാനം നിൻ കയ്യിൽ സംശോഭനം അയ്യോ അയ്യോ വെള്ളം എന്താ 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 എന്ത് പറ്റി മോനെ? കട്ടിൽ കിടന്ന് നീ എങ്ങനെ നിലത്ത് വീണു? ഒരു സ്വപ്നം കണ്ടതാ. അത് കട്ടിൽ കിടന്ന് തന്നെ കണ്ടാ പോരായിരുന്നോ? നാളെ ഇന്റർവ്യൂവിന് പോകേണ്ട ചെക്കനാ. ഇപ്പോഴേ ദുസ്വപ്നം കൊണ്ട് പേടിക്കാൻ തുടങ്ങി എങ്ങനെയാ? ഭഗവാനെ, എന്റെ കുഞ്ഞിന്റെ പേടി മാറ്റി അവന് വേണ്ട ധൈര്യം കിട്ടാൻ നാളെ തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് 101 പ്രാവശ്യം. എന്നെ കൊലയ്ക്ക് കൊടുത്ത് നീ അടങ്ങൂല്ലേ? അച്ഛാ, നിങ്ങളൊന്ന് പോയി കിടക്കാൻ നോക്ക്. ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് അവനിട്ട് 2 കൊടുക്കാൻ. നമുക്ക് പോകാം. തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന B 535 നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ
10:30 പുറപ്പെടുന്നതായിരിക്കും. അപ്പോയ വാർത്തയെ കണ്ടോ? ഒരു പെച്ചക്ക് വാർത്തയാണെന്ന് തോന്നുന്നു. നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. ഒന്ന് മാറി. ഉണ്ണികൃഷ്ണൻ BA. What do you want? ജോലി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഞാൻ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ് സാർ. അതിന് ഈ വേഷത്തിലാണോ വരുന്നത്? ഇങ്ങനെ വന്നൊന്ന് അമ്പരപ്പിക്കാമെന്ന് കരുതിട്ടാ സാർ. മിസ്റ്റർ, ഐ ആം റിട്ടയർഡ് DIG ഓഫ് തമിഴ്നാട് പോലീസ്, യു നോ. സോറി സാർ, ഇങ്ങനെയൊക്കെ വന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് കരുതിട്ടാ. ഇരിക്കും. താങ്ക് യു സാർ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം? ചെറുപ്പം മുതലേ എനിക്ക് CID-മാരോട് വലിയ ആരാധനയാണ് സാർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പ പോയി കാണും. ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ. ഇത് സിനിമ കണ്ടതിന്റെ സർട്ടിഫിക്കറ്റുകൾ? അയ്യോ അല്ല സാർ, എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാർ. യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. അയ്യോ, അപ്പോ മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സിനിമ, ആദ്യത്തെ അപസർപ്പക നോവലിസ്റ്റ്, ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത, ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ? ഇല്ല. അയ്യോ, അപ്പൊ ഞാൻ ഉറക്കൊഴിച്ച് പഠിച്ചൊക്കെ വെറുതെ ആവൂ? ഇവിടെ കഴിവാണ് മുഖ്യം. അത് തെളിയിച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം. ഞാനത് എങ്ങനെ തെളിയിക്കും സാർ? ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും. ദാറ്റ് മീൻസ് എ കേസ്. ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഓഫ് സീക്രട്ട് ഫയൽസ്. ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. എനിക്ക് ഒരു അസിസ്റ്റന്റിന് തന്നാ മതി. അസിസ്റ്റന്റോ? വാട്ട് യു മീൻ? അതെ സാർ, സാധാരണ CID-മാർക്കും ഡിറ്റക്റ്റീവ്മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ. പ്രേംനസറിൻ അടൂർവാസി, പട്ടണപ്രവേശിൽ മോഹൻലാൽ ശ്രീനിവാസൻ, അതുപോലെ. ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം. ഓ, അങ്ങനെയാണല്ലേ. വേഷപ്രച്ഛന്നനാവുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി പറയൂ സാർ, കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, ആരെയാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊന്നത്? പറയൂ പറയൂ പറയൂ. കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം. ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ്. കോടീശ്വരനായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് പെണ്ണ്. അവൾക്ക് എന്ത് പറ്റി സാർ? ആരെങ്കിലും കൊന്നോ? അങ്ങനെയാണെങ്കിൽ CBI ഡയറക്ടറുപ്പിലെ പോലെ നമുക്ക് മുകളിൽ നിന്ന് ഡമ്മിയിട്ട് കണ്ടുപിടിക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ. ഓ സോറി സാർ. ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന് നിർബന്ധം. അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ? അവളുടെ ഫാദർ എത്രക്കാരനാണ്? മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ച് ആയത്? ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്. ഇത് തെല്ലാളു പണി തന്നെയാ. ഇതിന് പാഠം വിറ്റ് BA BEd വരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനും CID-യെ നിയമിച്ചു തുടങ്ങി. കാലം മാറിയൊന്നും അമ്മ അറിഞ്ഞില്ലേ? ഈ ഗ്രാമം പോലെയൊന്നും അല്ല പട്ടണം. അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് അയൽവക്കാരന് പോലും അറിയാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളൂ അമ്മേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ. ആദ്യത്തെ കുട്ടി ആണാവാൻ ഉരുളിച്ച, രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച. എന്നിട്ടിപ്പോ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഉരുണ്ട ഏത് കാര്യവും നടക്കും. ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ? ഉണ്ണേട്ട ഈ ജോലിക്ക് പോണെന്ന് തന്നെയാണ് അമ്മായി പറയുന്നത്. പിന്നല്ലാതെ
ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ. വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോർത്തി എടുക്കാന്നൊക്കെ പറഞ്ഞ പൂഴി മണൽ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നത് പോലെ ഭയങ്കര പാടാ. എന്ത് പറഞ്ഞാലും അവന്റെ ഒരു ഇഷ്ടികയും ചോളയും എനിക്ക് പോടാ. താങ്ക് യു. ഞാൻ CID ആവാൻ പോകുന്ന വിവരം ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ. അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. ഇങ്ങതാ വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്. കുറഞ്ഞത് 1 ലക്ഷം കട്ടെങ്കിലും കയറി കാണും. താങ്ക്സ്. யார் நீ ஏன் வந்தேன் எதுக்கு வந்தேன் என்ன பார்க்க வந்தேன் சொல்லடா சொல் சொல் சொல். കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു. അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം അമ്മ പാക്കണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ് ട്രബിൾ, ധാതുക്ഷയം, ബലക്ഷയം ഇമാതിരി എല്ലാവിധ പൈത്യത്തിനും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ? ഇവിടുത്തെ അമ്മാവക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്ന ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ തിരുമ്പി വരുമ്പോൾ ഞാൻ உங்களுக்கு എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കും സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം എന്റെ മെലിച്ചിനെ മാറ്റും, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യ കൊഞ്ചം ഉള്ള വിടുക. വിടമാട്ടൻ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്. ലാടന്റെയും കോടാങ്കിയുടെ ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ அப்படி ஒண்ணும் சொல்லாதீங்க. நாங்க வந்து ஒரிஜினல் ലാഡേഴ്സ്. സർട്ടിഫിക്കറ്റ് എടുക്കാ. ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ. എന്ന അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. അരുന്ധതി നായർ. நாங்க வரட்டுமா? വരണ്ടാന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? நாங்க போட்டுமா? എന്നാ ഇറങ്ങി പോടോ. ഇതാരും കള്ള കാപ്പിരികൾ. ഇവരിത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. കളിക്കാൻ അങ്ങോട്ട് മാറിയില്ല മനുഷ്യ. സോറി, ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റൗട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട്. വാരം ഒടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവം. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛമാണ്. സാരമില്ല, താഴെ വന്നല്ലേടി സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ചാൽ എന്നെ വേണം പറയാൻ തെണ്ടി. താങ്ക്സ്. അവളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. ആഹാ, നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16 അടിയന്തരത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടാ തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന 2 ലാടന്മാര് കുറെ നേരമായിട്ട് എന്നെ പുറകെ നടക്കുക. ആൾമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. എവിടെ? അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റെ പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സർവന്റോ? അത് இந்த பொண்ணை குறிச்சு எங்களுக்கு ஒண்ணுமே தெரியாது. நாங்க புதுசா வந்த லாடேஸ். ஆமா, മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതെ, ഇപ്പൊ കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ.
ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറി ഇറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ ST ഫാർമസിയിൽ നിന്നും കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തരം ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിൽ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന ഒരു സിദ്ധൌഷധം ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? നിക്കണവിടെ അവിടെ നിൽക്കാനാ പറഞ്ഞു. തുണി കഴിഞ്ഞോ? തുണി കഴിഞ്ഞോ? കുന്തവും കൊലുത് പിടിക്കാം. മര്യാദക്കാണ് നിന്നാ നിൽക്കാൻ. വാ ചൂടാ 2 ചായ കൂടന്നെ. ഇവിടെ 2 ചായ കൊടുക്ക്. അതൊന്നും ആശാനല്ലേ? ആശാനത് ഞങ്ങളാ. നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശാനെന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാ. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത് ചെയ്യും? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. നാട്ടിക്കല്ലേ, ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുപോവാ. കടപ്പലകാരൻ നിന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുപോവാ. പ്രതികാരം ചെയ്യാണല്ലേ? കൊണ്ടുവാ. ഓ, തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ. പക്ഷെ എനിക്ക് ആ നേരത്ത് അതിനൊന്നും തോന്നിയില്ല. കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്യലാടം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. ആ, അപ്പൊ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ശരിയാ. അല്ലെങ്കിൽ അവന്മാര് സെർവന്റിന്റെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? നീ അവളെ ഒന്ന് വിളിച്ചേ. നീ എവിടെ പോന്നു? കുക്കിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുമ്പോ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരേ, അയ്യേ, എന്റെ മൂഡ് പോയി. എന്തിനാ എന്നെ വിളിച്ചത്? ആ ലാടന്മാരെ ക്ലാര ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഇതെന്റെ കടിഞ്ഞൂൽ കാഴ്ചയാ. അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ? എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നെന്നാണ് ഓടിക്കൂടിയവരോട് അവന്മാര് പറഞ്ഞത്. അതുള്ളതായിരിക്കും. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അതെ, റെഡ് ചില്ലി ചട്ടിന് കുക്കറി കിടക്കുക. അപ്പൊ ലാടന്മാരെ ഡാക്ടർ പറഞ്ഞോണ്ട് നിന്നാൽ എല്ലാരും പട്ടിണിയാവും. ഉമ്മോ, ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു കൊടുത്താൽ മതി. ഇവനെന്തിനാ കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്തിനാടോ കരയുന്നത്? എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. ശരി സാർ. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി സോറി. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളർത്തടിക്കരുത്. എന്റെ പേര് ഗാർണർ എന്നല്ല. ഓ, ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരെന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും വീട്ട പേര്. അയ്യോ, അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിവാഹിതായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ള ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് 2 സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. അവലോസുണ്ട ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സിൽ കുക്കിംഗ് 1ാം കൂടെ പാസ്സായവളാണ് ഞാൻ.
എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിങ്ങിൽ ഡിപ്ലോമയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്. ഹായ് ഡാഡി. നിങ്ങളിങ്ങ് എത്തിയോ? ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള്. ഏതായാലും സമയത്തിങ്ങ് എത്തി. അരുന്ധതി നായർ. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇതേതാ കാറ്? സ്റ്റേഷനിൽ പിടിച്ചാണ്? അല്ല അങ്കിൾ, ഗുരുവായൂരിന്നൊരു ലിഫ്റ്റ് കിട്ടി. ഞങ്ങള് സുഖമായിട്ട് ഇങ്ങ് പോന്നു. കാറിലാണ് പുറപ്പെടുന്നതെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്ത എന്താ? വഴിക്ക് 1-2 നമ്പർ ട്രൈ ചെയ്തതാ, ലൈൻ കിട്ടണ്ടേ? അനന്തപത്മനാഭൻ. ഓ സോറി, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. മിസ്റ്റർ പ്രേം, ഇത് മിസ്റ്റർ പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയെ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്. മനസ്സിലായല്ലോ, ഡാഡിയാ. നമസ്കാരം സാർ. ഇവനാരാ? സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? സോറി, പേരറിയില്ല. ശരി സാർ, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഡാഡി മാറ്, ഞാൻ ഭാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡ്രൈവ് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് മറന്നു. ബാമയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വരട്ടെടി, ബൈ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അരുന്ധതിക്കൊരു കാമുകനുണ്ട്. കാറിൽ കയറ്റിക്കൊണ്ട് വന്നു എന്ന് വെച്ച് അയാൾ കാമുകനാണോന്നുണ്ടോ? ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു യുവതി അല്ലല്ലോ, 2 യുവതികളില്ലേ? കാമുകനായിരുന്നാൽ പിന്നെ തന്തപ്പടി മുമ്പ് ചാടുമോ? കറക്റ്റ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലയ്ക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്ന് തന്നെ കണ്ടുപിടിക്കാമായിരുന്നു. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ ഇഷ്ടിയേക്ക് പറ്റിയ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം. അയാളുടെ പേരെന്താ മോള് പറഞ്ഞത്? ആരുടെ? മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ? പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അതെ. എന്താ ഡാഡി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഭാമ നിർബന്ധിച്ചിട്ടാ. അവൾക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ആ ടാക്സി ഡ്രൈവറെ ഭാമയ്ക്ക് വളരെ അടുത്തറിയാം. ആ ധൈര്യത്തിലാ ഞങ്ങൾ കയറിയത്. ഗുഡ് നൈറ്റ് ഡാഡി. കാറി കേറി ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കേറാ വണ്ടിയില്. ആ മാരുതിയെ ഫോളോ ചെയ്യേ. ഒന്ന് വേഗം വിടറോ. അത് മാരുതി ആട്ടോയാ. പെട്ടെന്നാവട്ടെ. ഇതാരുടെ വീടാ? സംശയമന്ത്രി പ്രേംശങ്കറിനെ തന്നെ. അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അയ്യേ മേഡം, ഒരാൾ.
വല്ല അപകടവും പറ്റിക്കാണോ? ഞാനോ നോക്കിട്ട്. ഇവിടെ ഒന്നും ഇല്ലടി. ഉണ്ണികൃഷ്ണ, ഉണ്ണി, പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണ് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അയ്യോ, എന്റെ അമ്മോ! എന്താ അസുഖം? ഓ, അസുഖമൊന്നുമില്ല, പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട്, അരുന്നതി ഡ്രോപ്പ് ചെയ്യാൻ. ഇനി ഒരു ദിവസം വരുന്നുണ്ട്, വിശദമായിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ. ഞാൻ വരട്ടെ. അതിന്റെ പുറകെ വിട്ടോ. കമോൺ, ഇതൊക്കെ മതി. മലേഷ്യ ടൂറിസ്റ്റ്. സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയാ പ്രേമിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്തിന്? ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടമായില്ല. മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മിയും ഡാഡിയും കണക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ അധികം സംസാരിക്കാഞ്ഞത്. വേറൊന്നും തോന്നരുത്, ഇവളെ കുറിച്ച് വലിയ ക്യൂരിയോസിറ്റിയാ രണ്ടുപേർക്കും, അതുകൊണ്ടാ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. നുണഞ്ഞോണ്ടിരിക്കാതെ വേഗം കഴിക്ക്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നതാ. സമയം തെറ്റിയ പിന്നെ പ്രഭയാന്റി എന്നെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. അത്രക്ക് സ്ട്രിക്റ്റ് ആണോ അരുന്നതിന്റെ മമ്മി? മമ്മി മാത്രോ? വീട്ടിൽ നിൽക്കുന്ന സെർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റാ. പിന്നെ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ, സീ യു. വരട്ടെ. മിസ്റ്റർ പ്രേംശങ്കർ, 1 minute, please. ആരാ മനസ്സിലായില്ലല്ലോ? ഐ എം പ്രൊഫസർ രാമവർമ്മ. ഡിഗ്രി ക്ലാസ്സിൽ അരുന്ധതിയുടെ പ്രൊഫസറായിരുന്നു. അതിന് SSLC കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ. അയ്യോ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. യു ആർ കറക്റ്റ്. ഞാൻ ആ കുട്ടിക്ക് വീട്ടിലിരുന്ന് കോച്ചിങ് കൊടുക്കുകയായിരുന്നു. മിസ്റ്റർ പ്രേംശങ്കർ എന്ത് ചെയ്യുന്നു? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജറാണ്. ഓഹോ, നിങ്ങളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം, ഐ മീൻ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ്? അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഓഫ് കോഴ്സ്. പക്ഷേ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാവ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ. അല്ല അസിസ്റ്റന്റ് മിസ്റ്റർ കുഞ്ചു? സത്യം പറ. Tell me who are you? I am CID ഉണ്ണികൃഷ്ണൻ BA. എന്തിന്? കള്ളം പറഞ്ഞല്ല, ഒറിജിനൽ CID. എന്നാ ഞാൻ ആരാണെന്ന് അറിയാം? അറിയാം. അവളുടെ പുറകെ മണപ്പിച്ചിറക്കുന്ന ഒരു തിണ്ടി. അല്ല, CID പ്രേംശങ്കർ MA LLB. കൂൾ ഡൗൺ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ. നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. ഒരു കേസ് അന്വേഷിക്കാൻ 2 പേരോ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിവാണ് ഇവിടെ പ്രധാനം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും. സർ, എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞു കൊള്ളണമെന്നില്ല എന്ന് തന്നെ എനിക്കും പറയാനുള്ളൂ. അരുന്ധതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം.
അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ 75% എന്റെ ഫയലിലായി കഴിഞ്ഞു. ബാക്കി 25% കണ്ടുപിടിക്കാൻ എനിക്ക് വെറും 24 മണിക്കൂർ മതി. എന്നാൽ അടുത്ത 20 മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് നിനക്ക് കാണണോ? വേണ്ട, ഇവിടെ വെച്ച് തർക്കം വേണ്ട. ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി. നിങ്ങൾക്ക് പോവാണ് സർ. അതിന് മുമ്പ് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ, അല്ല ഇനി പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ? സോറി, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട്. വൺ മിസ്റ്റർ KU കോശി. I am CD Umman Koshi, MAML from Umenallur. ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശ് കളയണമെന്നില്ല. ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ. ഭീഷണി വേണ്ട. തോട്ടക്കാരന്റെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു? CID പണി ആമ്പിള്ളേര് ചെയ്യും. അതെ, ആമ്പിള്ളേര് ചെയ്യും. രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം. അന്വേഷണത്തിന്റെ ക്ഷീണം തീരും. ക്ഷീണിക്കുന്ന ആരാണെന്ന് കാണാം. വരുന്നിടത്ത് വെച്ച് കാണാം. Okay, then we shall meet at the battlefield, my dear friends. ഗുഡ് മോർണിംഗ്. ആരാ മനസ്സിലായില്ല? വെൽ, ഐ എം ഉണ്ണികൃഷ്ണൻ. ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ മാനേജർ മിസ്റ്റർ പ്രേംശങ്കറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. മിസ്റ്റർ പ്രേംശങ്കർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷാൽ ഐ ഗെറ്റ് ഇൻ? താങ്ക് യു. ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് പീറ്റർ ആൻഡ് പീറ്റർ ഫോറിൻ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്യുന്ന പർട്ടിക്കുലർ ഐറ്റംസ് ആണ് ഇതൊക്കെ. നോക്കിക്കോളൂ. റോസ്, ജാസ്മിൻ, പിച്ചി, ലില്ലി, മുല്ല, ചെമ്പകം, തെറ്റി, മന്ദാരം, തുളസി, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാന്തരം സ്പ്രേകളാണ് ഇതൊക്കെ. മണപ്പിച്ചു നോക്കൂ. CID-യോ? അല്ല, CD ക്രിസ്ത്യൻ ഡയർ. നോക്കട്ടെ, ഇപ്പോഴുണ്ടാവില്ല, പക്ഷെ നാളെ എത്തിക്കാം. എന്താ എന്റെ വില? അയ്യോ, വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് 250 തന്നാ മതി. മണം കുഴപ്പമില്ല, പക്ഷെ വില കുഴപ്പം. നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ. വെൽ, ഈ ക്രീം എടുത്തോളൂ. ക്ലിയോപാട്ര ഉപയോഗിച്ചിരുന്ന ക്രീമാണത്. മാഡത്തിന് എന്താ വേണ്ടത്? ലിപ്സ്റ്റിക്, മസ്കാര, ചാന്ത്, പൊട്ട്, കൺമഷി, എനിത്തിങ്? അതൊക്കെ ഇവിടെ ഉണ്ട്. ഷാമ്പു ഉണ്ടോ? ഉണ്ടല്ലോ. സിഗരറ്റ്, ഷാമ്പു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി. മുടിയുടെ നൈസർഗീയത നിലനിർത്തുന്ന, ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിസ് അരുതയ്ക്ക് വേണ്ടി അത് ഞാൻ നാളെ തന്നെ എത്തിക്കാം. അതും ക്ലിയോപാട്ര ഉപയോഗിച്ചതാണോ? യെസ്. ചേട്ടനെ പറ്റി ഒന്നാന്തരം ബ്ലേഡ് ഉണ്ട്, എടുക്കട്ടോ? അയ്യോ വേണ്ട, അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട്. എന്നാ സോപ്പ് എടുക്കാം. തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ. എനിക്ക് സോപ്പ് തേക്കുന്ന ശീലമില്ല. താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് മയക്കാൻ എടുത്തോണ്ട് പോണോ? ഉമ്മച്ചാ, എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ കുന്നംകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. അതെ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒക്കെ ഞാൻ കൊണ്ട്. പൊന്നെടുക്കുന്നിടത്ത് പൂച്ചക്ക് എന്തുവാ കാര്യം? എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വന്നത്. അതെയോ? നമസ്കാരം. എന്റെ പൊന്നു കുഞ്ഞെ, ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിച്ചൂടാ. വേഷം മാറിയ ഇപ്പൊ മോഷണം. ലാട വേഷത്തിൽ വന്നവൻ തന്നെ ഏജന്റ് ആയിട്ട് വന്നുകൂടുന്നില്ല. ദുഃഖിച്ചാ സൂക്ഷിക്കണ്ട. സാമർത്ഥ്യം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്ക്. ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി. ക്ലാരിക്ക് കിച്ചണി പണിയൊന്നും ഞാൻ പോവാ. കുഞ്ഞിന്റെ കാശ് കൂടെ കൊടുത്തേക്കണേ. തരും തരും. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രേംശങ്കർ പറഞ്ഞ സ്ഥിതിക്ക് ഷാമ്പു കൊണ്ടുവാ, ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. പ്രേംശങ്കറുമായിട്ട് എങ്ങനെ? ഐ മീൻ, ഏത് തരം റിലേഷൻഷിപ്പ്? ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ. പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ അവൻ എന്നോട് പറഞ്ഞത്. അല്ല, അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായ സംഗതി പുകയാണെന്ന്. ഈ സംഭവം ആയിത്തല്ല കേട്ടോ. ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, ഉടനെ അവൻ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോവാന്നൊക്കെ. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ. ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ടങ്ങ് പറഞ്ഞു കളയും. അതാ ടൈപ്പ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? എന്ത് രഹസ്യം? അല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വല്ലതും? സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ഓക്കെ, സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം. സ്റ്റോപ്പ്, അങ്ങനെ പോമരട്ടെ. വഴി തടയാൻ ഞാൻ മന്ത്രിയല്ല, മാറിയിക്കടാ. ഒരു CD കിട്ടും മറ്റൊരു CD പാരപടന്നിട്ട് രഹസ്യങ്ങൾ ചോർത്തുന്നത് പ്രൊഫഷണൽ എത്തിക്സിനെതിരാണ്. അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പനുണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശത്രുവിനെ എന്ത് വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. അതോർത്ത് നീ വിഷമിക്കണ്ട, എന്റെ അണ്ണാക്ക് ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുമെന്ന് നീ കരുതിയില്ല അല്ലേ? തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോടാ. ആക്രി കച്ചവടം കൊണ്ട് അകത്ത് കയറിയെന്ന് വെച്ച് അഗ്രം കണ്ടെന്ന് കരുതണ്ട. തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചു തരാം. ആക്രി കച്ചവടക്കാരന്റെ സ്കോപ്പ് ഞാനും കാണിച്ചു തരാം. കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം? അരുന്ധതി എന്താ ഈ പറയുന്നത്? അരുന്ധതിയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഒളിക്കണ്ട, ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ഉണ്ണികൃഷ്ണനോ? ഏത് ഉണ്ണികൃഷ്ണൻ? നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ. ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ തന്നെയല്ലേ അയാളെ അങ്ങോട്ട് അയച്ചത്? അയ്യോ, അവൻ എനിക്കിട്ട് പാര വെച്ചതാ. അവൻ എന്റെ ഫ്രണ്ടൊന്നും അല്ല. അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ചോദിച്ചാ ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന്. എന്താ എന്താ മിസ്റ്റർ പ്രേം? ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചതാ. അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാനിനി സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണ്. മാസത്തെ 8 ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും. ഒരുമാതിരിപ്പെട്ട കണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല. അതുകൊണ്ട് പള്ളിവാസലിൽ കൊണ്ടുപോയി നേരിട്ട് കണ്ടടിപ്പിക്കുന്നത് ഞാനാ. അതോടെ കുറച്ചു ദിവസത്തേക്ക് നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരു പ്രേമ നൈരാശ്യത്തിൽ നിന്നാ ഈ അസുഖം തുടങ്ങിയത്. ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും. വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ? ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയാൽ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഉള്ളതാണോ? അയ്യോ, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറിൻ ആണെന്ന് കരുതണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്നാള് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലെ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അയ്യോ, പ്രേം പറഞ്ഞെന്തായാലും കാര്യമായി. ഒരു ഷാമ്പു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കോ? അയ്യോ, അതൊന്നും മഞ്ച് തലയിൽ തേക്കരുത്. മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴി വിട്ട മാതിരിയാവും. ആ കൂട്ടുകാരി ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഐസ്ക്രീം കഴിക്കുന്നു? അയ്യോ വേണ്ട, അവനെ സൂക്ഷിച്ചോണേ. എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസനായിട്ടൊരു സല്ലാപം പൊടി ഓടുന്നു? എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്. ഉണ്ണി എന്താ ആലോചിക്കുന്നത്? അടുത്ത ഘട്ട എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാ മതി, ഞാൻ വയ്ക്കാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പ്രേംശങ്കറിന്റെ പുറത്തു വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇനി ഉമ്മൻകോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തിയാടിച്ചാലേ അന്വേഷണം ഈസിയാവും. അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല, നല്ല പാറ തന്നെ വെക്കണം, എന്നാലേ പൊങ്ങാതിരിക്കും. അതിനെന്താ ഒരു വഴി? ആ പ്രേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്കുറപ്പുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം, അത് മറക്കണ്ട. അതറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുന്നത്. പഴുതുകൾ ഭംഗിയായിട്ട് അടഞ്ഞിട്ടില്ല. ഇത് ഞാൻ സീക്രട്ട് ഫയൽസ് റിപ്പോർട്ട് ചെയ്യും. ഒരു CIDയുടെ മുറിവാതുക്കൾ മറ്റൊരു CID ഒളിഞ്ഞെന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല. ഒരു CIDയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു CIDയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് എന്റെ മിടുക്ക്. ഇത് എന്റെ മിടുക്ക്. എന്നാലേ ആ മിടുക്കം കൊണ്ട് നീ അങ്ങ് നടന്നോ. സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടും നമുക്ക് കാണാം. അത് പിന്നെ കാണാനൊന്നുമില്ല, ജോലി പ്രേംശങ്കർ തന്നെ. അയ്യ, അതങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. മിണ്ടായടാ ഞാഞ്ഞൂലേ. ദേ എന്റെ അസിസ്റ്റന്റ് പറഞ്ഞോണ്ടല്ലോ. അയ്യടാ, ഒരു അസിസ്റ്റന്റ് ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പായില്ല. അതിനു മുമ്പ് ഒരു പേട്ട അസിസ്റ്റന്റിനെ ചോദിച്ചു നടക്കുന്നു. അതെ, എന്റെ കാര്യങ്ങളിൽ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓ, എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത്. താങ്ക് യു. ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു. അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളെയ്യാൻ ഇനി ദിബിഷകൾ പാത്രം. ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട്? ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് വഴിയുണ്ടാ. അരുന്ധതിയെ അവൻ പ്രേമിക്കുന്നത് എനിക്കൊന്ന് കാണണം.
ഹലോ. ഹലോ, ഞാൻ പ്രേംശങ്കറാ. ഏത് പ്രേംശങ്കർ? അരുന്ധതിക്ക് ഒരിക്കൽ ഗുരുവായൂരിന്ന് ലിഫ്റ്റ് കൊടുത്താ. ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ വിശേഷം? നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തോണ്ടാ ഫോണിലൂടെ പറയുന്നത്. സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തിലാ. അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും. സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യത്തില്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? സംഗതി കലക്കി. അവളോട് ചോദിക്കണോ? വേണ്ട. അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന്. ഇപ്പൊ എന്തായി? വൈകിട്ടൊന്നുമില്ല, ഇനി പരിഹരിച്ചാലും മതി. ആ, പവിത്രം വന്നെന്ന് തോന്നുന്നു. എന്താ അങ്കിൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു ചെറിയ പ്രശ്നം. ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം. ആരെ? ആ മലേഷ്യ ലോഡിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ. എന്താ പ്രോബ്ലം? അതൊക്കെ പിന്നെ പറയാം. പവിത്രം പിക്ചറിൽ വരണ്ട, ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാൽ മതി. ഓക്കെ അങ്കിൾ. എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്നത്? CD ആണെന്ന കാര്യം വല്ലതും അനന്തൻ അറിഞ്ഞു കാണോ? കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. എന്തായാലും ആ CD ഉണ്ണികൃഷ്ണൻ പാര പണിയണം. 2 CDമാരെ തമ്മിൽ തല്ലിച്ച് പ്രതിബന്ധം ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത്. കർത്താവ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. ഹലോ, CID ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത്. എന്നെയും നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് CID ഉണ്ണികൃഷ്ണൻ. നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗൂണ്ടാകളെ അയച്ചിട്ടുണ്ട്. എടാ ഉമ്മൻകോശി, എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ നിന്റെ കാര്യം നോക്കിയാ പോരേടാ പുല്ലി. എടാ ഉണ്ണികൃഷ്ണ സാമത്തോടി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഒരാളെ 4 പേര് തല്ലണമെങ്കിൽ 2000 രൂപയും വണ്ടി കൂലിയും തരണം. അത് ഇന്ദിരപ്രസ്ഥത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം. KL7D 9550 എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ്. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പ്രതിക്ക് എന്ത് പ്രായം വരും? പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല. അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു 10-50 വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ? എത്തും, തീർച്ചയായിട്ടും എത്തും. ആ, എന്നാ ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം. പിന്നെ ഇടത്തേക്കാലൊന്നും ഒടിയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏറ്റന്നേ. ആ ആട്ടോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. KL7D 9550. സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം. നോയിക്കോളൂ നോയിക്കോളൂ, എല്ലായിടത്തും നോയിക്കോളൂ. അയ്യോ, ഇതെല്ലാം ഷാമ്പു ആണല്ലോ. അതെ, ഫ്രീ ഇല്ലേ? ഉണ്ടല്ലോ, തരാം, ഫ്രീ ആയിട്ട് തരാം. പക്ഷെ ക്ലാര എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? അതെ, ഈ അരുന്ധതി നായരെ കുറിച്ചുള്ള നമസ്കാരം. ഇപ്പൊ അയാൾ എന്തിനാ അകത്ത് കയറ്റിയിരുത്തിയത്? അത് പിന്നെ കുഞ്ഞ് ഷാമ്പു ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാ. അസുഖം കൂടുമ്പോഴായി സാധനങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. അയ്യോ, അത് ഞാൻ ആവശ്യം. ഇപ്പൊ എന്തോ ചെയ്യും? കൊച്ചമ്മ ഇവിടെ ഇല്ലല്ലോ. ഷാമ്പു ഷാമ്പു ഷാമ്പു. അവിടെ തന്നെ നിന്നാലെങ്ങനെ? വാ, വന്ന് സെലക്ട് ചെയ്യേ. അയ്യോ, അടുത്തോട്ട് പോണ്ട. ഉമ്മച്ച തോട്ടത്തിലുണ്ടോ? ഇല്ല, മുറി കാണും. നീ ചെന്ന് പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. കുഞ്ഞ് സൂക്ഷിക്കണം. ഞാനിപ്പോ വരാം. ഉമ്മച്ചാ, 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 ഉമ്മച്ചാ. അയ്യോ, ഇതെന്താ വേഷം? ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു. ആണോ? വേഗം അപ്പുറത്തോടാ, ഒരു പ്രാന്തകത്തെറിയിരിക്കുന്നു. KL7D 9550. അതെ ആട്ടോ തന്നെ.
ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ? ഞാൻ പറയുന്ന സത്യ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം. എല്ലാ ഭ്രാന്തന്മാരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. ഇവന് ഭ്രാന്ത് തന്നെ ഉറപ്പാ. ഞാൻ അസുഖം എല്ലാവർക്കും വരും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ? ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. അതുള്ളതാ. കൂടും കുടുക്കം എടുത്തോണ്ട് ഇറങ്ങി പോണോ? നിന്നെ പുറത്താക്കിയിട്ട് ഗേറ്റ് കുറ്റി ഇട്ടിട്ട് വേണം മനസ്സമാനോട് കുരിശു വരയ്ക്കാൻ. ഇതെന്തൊരു ശിക്ഷ? ഇത്ര ആയ സ്ഥിതിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ്. ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ എന്തിനു ബലിയാടാവണം? ഭ്രാന്ത് ഒരു പാരമ്പര്യ രോഗമാണെന്നറിയാലോ. പരമ്പരാഗതമായി ഭ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ. അവന്റെ അച്ഛനും മുത്തച്ഛനും പേര് കേട്ട ഭ്രാന്തന്മാരായിരുന്നു.